മഴ തോരും മുംബൈയിൽ അലീനയോട് ദേഷ്യപ്പെട്ട് മനു അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ എറണാകുളത്ത് പോയിരിക്കുകയാണല്ലോ. ഇതേ സമയമാണെങ്കിൽ വീട് അടച്ചു കിടക്കുകയാണെന്ന് നമ്മുടെ ശിവനും മനുവും തിരിച്ചറിയുന്നുണ്ട്. അവരൊരാവശ്യത്തിന് ബാലചന്ദ്രനെ കാണാൻ പോകുമ്പോഴാണ് ഇങ്ങനെ അടച്ചു കിടക്കുന്ന വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ അവരാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് തിരികെ. ഇതേ സമയം ശിവനാണെങ്കിൽ വീട്ടിൽ വന്ന ശേഷം നമ്മൾ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, അല്ല നിൻ്റെ വീട് അടഞ്ഞു കിടക്കുകയാണല്ലോ, ബാലചന്ദ്രൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ ടെക്സ്റ്റൈൽസിലും പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അയാൾ എവിടെ പോയാലും എനിക്കെന്താ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല വൈജയ്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട്, എന്നോടൊന്നും പറയാറൊന്നുമില്ല, ആൾക്കിപ്പോൾ തോന്നിയ മാതിരിയാണ്, ആ ഗോവർദ്ധനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ, ഗോവർദ്ധനെയും കൂട്ടിയാണ് ബാലചന്ദ്രൻ പോയിരിക്കുന്നതെന്ന് നമ്മുടെ ശിവൻ പറയുന്നു. അല്ല നിങ്ങളിതൊക്കെ എങ്ങനെ അറിഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നിൻ്റെ വീട്ടിലേക്ക്, കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അടഞ്ഞു കിടക്കുകയായിരുന്നു, അവിടെ ആരുമില്ല എന്നാണ് തോന്നുന്നത്, നീയൊന്ന് ബബിതയെയോ കൃഷ്ണയെയോ വിളിച്ച് ചോദിച്ചേ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ ബബിതയെ വിളിച്ചു നോക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഒടുവിൽ കൃഷ്ണമോളെ വിളിക്കുമ്പോൾ കൃഷ്ണമോളാണെങ്കിൽ തിയേറ്ററിലാണെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ വൈജ അതവരെ അറിയിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വൈകുന്നേരം ആകുന്നുണ്ട്. ബബിതയ്ക്കും കൃഷ്ണമോൾക്കുമാണെങ്കിൽ വളരെയധികം ഇഷ്ടമാകുന്നുണ്ട് രേവതിക്കുട്ടിയെയും മാമച്ചനെയും ഗ്രേസിയെയും പിന്നെ ആ സ്ഥലത്തെയും ഒക്കെ. അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈജ വീണ്ടും വിളിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിച്ച്. അപ്പോഴാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലൊന്നുമല്ല, ഞങ്ങൾ എറണാകുളത്ത് രേവതിക്കുട്ടിയുടെ വീട്ടിലാണ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾ എന്തിനാണ് അവിടെ പോയി കിടക്കുന്നത്, നിങ്ങൾക്കൊരു മോശം കേടും തോന്നുന്നില്ലേ എന്ന് വൈജ ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് മോശം കേടായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുകയും അവിടെ ഒരു വഴക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ മനുവിനോട് വൈജയന്തി പറയുന്നുണ്ട്, നീ ഒരുപാട് ബഹുമാനിക്കുക ആദരിക്കുകയും ചെയ്യുന്നവൾ എന്തുകൊണ്ട് നിന്നോട് പറയാതെ പോയി എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അത് മനുവിന് വല്ലാത്ത വിഷമാകുന്നുണ്ട്. മനുവാണെങ്കിൽ വൈജയന്തിയുടെ വാക്ക് കേട്ടതും പെട്ടെന്ന് തന്നെ തിരികെ വിളിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് അലീനയെ വിളിക്കുന്നു. അലീനയെ വിളിച്ചിട്ട് എന്നോടും കൂടി എറണാകുളത്ത് പോണ കാര്യമൊക്കെ ഒന്ന് പറയാമായിരുന്നു, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ച് വിഷമത്തിൽ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ ആരുമല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഉത്തരം മുട്ടി നിൽക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതിനിടയിൽ നമ്മുടെ അലീനയോട് സംസാരിക്കുന്ന മനുവാണെങ്കിൽ സംസാരത്തിൽ നാക്കൊക്കെ ഇടറുന്നുണ്ട്, ശബ്ദമിടറുന്നുണ്ട് എന്ന് കാണാം. അത് തിരിച്ചറിഞ്ഞ അലീനയാണെങ്കിൽ അതൊന്നുമല്ല മനുവേട്ട എന്ന് പറഞ്ഞ് കാര്യം വ്യക്തമാക്കുന്നു.